ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1718. ഇന്ന് സെപ്റ്റംബർ മാസം 13-ാം തീയതി 257-ാമത്തെ ദിവസത്തിലെത്തി. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്തുമാത്രം അബദ്ധ ധാരണകൾ പുലർത്തുന്നവരാണ്. എപ്പോഴെങ്കിലുമൊക്കെ അതൊന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അബദ്ധധാരണകളും എന്തുമാത്രം മുൻവിധികളുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരോടും ഇടപഴകുന്നത്. ഈ അബദ്ധധാരണകളും മുൻവിധികൾക്കും അപ്പുറത്ത് അമിതമായ അനാവശ്യമായ എന്തുമാത്രം പ്രതീക്ഷകളോടും കൂടിയാണ് നമ്മൾ നമ്മളുടെ ഭൂമിയിലെ മനുഷ്യബന്ധത്തെ നിലനിർത്തുന്നതും മുമ്പോട്ട് നയിക്കുന്നതുമൊക്കെ. അബദ്ധധാരണകളും ശരിക്കും പറഞ്ഞാൽ മുൻവിധികളും അനാവശ്യമായ അമിതമായ പ്രതീക്ഷകളുമൊക്കെ മനുഷ്യ ജീവിതത്തിൽ നിറയെ ഭാരവും ദുഃഖവും ക്ലേശവുമായിരിക്കും നൽകുക. പേരന്റിങ് മാത്രം എടുത്താൽ മതി, എന്തുമാത്രം അബദ്ധധാരണകളുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച്, മാതാപിതാക്കൾക്ക് തിരിച്ച് മക്കളെ കുറിച്ച് എന്തുമാത്രം മുൻവിധികളോടുകൂടിയാണ് രണ്ടു കൂട്ടരും ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നതും ഏർപ്പെടുന്നതും. എന്തുമാത്രം അനാവശ്യമായ പ്രതീക്ഷകളാണ് ഇരുകൂട്ടരും പുലർത്തുന്നത്. ഒന്ന് വൃത്തിയാക്കിയെടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്തുയേശുവിനെ നമുക്കൊന്ന് കൂട്ടുപിടിക്കാനായിട്ട് പറ്റാത്തത്? പൂന്തോട്ട നിർമ്മാണത്തിൽ താല്പര്യമുണ്ടായിരുന്ന അയാള് കുറെ ചെടികൾ വാങ്ങി നട്ടു, ശ്രദ്ധയോടെ പരിപാലിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് റോസാ ചെടിയിൽ നോക്കുമ്പോൾ അതിൽ നിറയെ മുള്ളുകൾ. ഇത്രയും മുള്ളുകൾ, ഈ ചെടിയിൽ നിന്ന് എങ്ങനെയാണ് പൂ വിരിയുക? അയാൾ സ്വയം ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ ചോദ്യം അയാളെ വല്ലാത്തൊരു അസ്വസ്ഥതയിലേക്ക് എത്തിച്ചു. തുടർന്ന് ആ ചെടിക്ക് അയാൾ വെള്ളമൊഴിക്കാതായി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സ്വാഭാവികമായും ഉണങ്ങി കരിഞ്ഞുപോയി. മറ്റുള്ളവരെ കുറിച്ച് പുലർത്തുന്ന അബദ്ധധാരണകളും മുൻവിധികളും അവരിൽ അർപ്പിക്കുന്ന അനാവശ്യമായ പ്രതീക്ഷകളും ശരിക്കും അവർ അർഹിക്കുന്ന ഒരു ജീവിതം അവർക്ക് നിഷേധിക്കുകയാണ് ചെയ്യുക. വളരാൻ അനുവദിക്കുന്നുണ്ടോ അവരെ? എല്ലാവരും ഇങ്ങനെ എല്ലാവരെയും വളർത്തുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ദയവായി ആരെയും വളർത്താതിരിക്കുക. സ്വയമേ വളരാനായിട്ട് അനുവദിക്കാമോ? അനുകൂലമായ ഒരു അവസ്ഥയും സാഹചര്യവും രൂപപ്പെടുത്താമോ? അങ്ങനെ സ്വാഭാവികമായും എല്ലാവരും എല്ലാവിധത്തിലും വളരട്ടെ. അങ്ങനെയാണ് ക്രിസ്തുയേശു തന്റെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യരെ കൂടെ കൂട്ടിയത്. ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടതും നയിച്ചതും അവരിൽ ഒരാളായി മാറി ജീവിച്ചതുമൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുതേ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.